വളരെ മഹത്തായ ഒരു സദസ്സിലാണ് നാം ഏവരും സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ കുറിച്ച്, അതുപോലെ അവരുടെ ബാപ്പയായ നമ്മോട് പറഞ്ഞത് പ്രിയപ്പെട്ട പണ്ഡിതന്മാരോട് താജുൽ ഉലമയെ പറയേണ്ട ആവശ്യമില്ല. നമ്മളെക്കാളും മഹാനായ താജുൽ ഉലമയുടെ സദസ്സിൽ കിതാബോധി പഠിച്ച പണ്ഡിതന്മാർ നിങ്ങളാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അങ്ങേറ്റം സ്നേഹിച്ചത് ഇൽമിനെയാണ്. അതുകൊണ്ടായിരിക്കും ഇന്ന് മദനീകൾ ഒരുമിച്ചു ഒരു ഇൽമു സദസ്സ് സംഘടിപ്പിച്ചത്. അത് ബഹുമാനപ്പെട്ട താജുൽ ഉലമക്ക് പൊരുത്തമുള്ള ഒരു കാര്യമാണ്, യാതൊരു സംശയമില്ല. പണ്ഡിതന്മാരായ നിങ്ങളോട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. സാധുവായ എന്നെ ഈ ഒരു വേദിയിൽ ക്ഷണിച്ചതുകൊണ്ട് മാത്രം രണ്ട് വാക്കുകൾ ഞാൻ നിർത്താം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പണ്ഡിതന്മാർ, ഫിഖ്ഹാണ് നാം പഠിക്കാറുള്ളത്. ബഹുമാനപ്പെട്ട മൂലൂർ മദനി ഉസ്താദ് നമ്മുടെ വേദിയിൽ ഉണ്ട്. വിശദീകരിച്ച് ആഴമായ നിലക്ക് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറഞ്ഞു തരുന്നു. ഫിഖ്ഹ് ആഴമായ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഫിഖ്ഹ് നമുക്ക് നമ്മുടെ കർമ്മപ്രധാനം, നമുക്ക് പഠിക്കേണ്ട കാര്യം. മഹല്ലത്ത് ജോലി ചെയ്യുന്ന പണ്ഡിതന്മാർ, ഖതീബ്, മുദരിസന്മാർ, മറ്റുള്ള ഇമാമത്ത് ഏറ്റെടുത്ത ആളുകളെല്ലാം അനിവാര്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ സദസ്സിലും ഈ വേദിയിൽ ചർച്ച ചെയ്യാറുള്ളത്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ കുറിച്ച് മദ്ഹ് പറഞ്ഞു. ആ താജുൽ ഉലമ അങ്ങേറ്റം സ്നേഹിച്ചത് ഇൽമിനെയാണ്. അവിടുത്തെ ദർസിൽ സുബ്ഹാനല്ലാഹ് കാണാതെ ദർസ് നടത്തുന്ന ഒരു പണ്ഡിതനായിരുന്നു താജുൽ ഉലമ. തുഹ്ഫ എന്ന ആഴമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വിശദീകരിച്ച് സരളമായ രീതിയിൽ തന്റെ മുമ്പിൽ ഇരിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നു. അത് വിശദീകരിച്ച് തരുവാൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഇൽമിനെയാണ് സ്നേഹിച്ചത്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഫിഖ്ഹ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യം നാം മനസ്സിലാക്കണം. ആരാണ് ഫുഖഹാ? എന്താണ് ഫിഖ്ഹ്? ഫിഖ്ഹിൽ പറയപ്പെടുന്ന ഓരോ കാര്യങ്ങൾ അത് ആ ഉലമാവ് എത്രയാണ് ആഴത്തിൽ ഇറങ്ങി ചർച്ച ചെയ്ത കാര്യമായി. എല്ലാ ഫിഖ്ഹിന്റെ കിതാബുകളെ നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ആഴം എത്രയാണ് എന്ന് അതിൽ കൂടി മുഴുകി അതിൽ നിന്ന് തന്നെ പറയപ്പെടുന്ന മസലകൾ പറയുന്ന ഉലമാഇന്റെ അരികിൽ നിന്ന് പോയി കേട്ടാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഫിഖ്ഹ്. ചില ആളുകൾ പറയുന്നു ഫിഖ്ഹ് അല്ലേ, ചില പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ചില ആളുകൾ പറയുന്നു ഫിഖ്ഹ് ആണ്, പക്ഷേ അത് പറയേണ്ട രൂപത്തിലാണ് പറയേണ്ടത്. ഫിഖ്ഹിന്റെ രണ്ട് പ്രയോഗം ഉസ്താദന്മാർ നമുക്ക് ദർസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സഈ എത്രയാണ് സുബ്ഹാനല്ലാഹ് ഫിഖ്ഹിന്റെ കാര്യത്തിൽ. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങൾ ചെയ്ത ആ പരിശ്രമം ഒരാൾക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. പക്ഷേ ഇന്ന് ശാഫിഈ ഇമാം അറിയപ്പെടുന്നത് ഏതെങ്കിലും ഒരു ത്വരീഖത്തിന്റെ പേരിലല്ല. ബഹുമാനപ്പെട്ടവർ അറിയപ്പെടുന്നത് ഇൽമിന്റെ പേരിലാണ്. നമുക്കറിയാം താജുൽ ഉലമ, ഇന്ന് നമ്മൾ താജുൽ ഉലമ അറിയപ്പെടുന്നത് ഇൽമിനോടുകൂടെയാണ്. താജുൽ ഉലമ ഇവിടെയും ഏതെങ്കിലും ഒരു ത്വരീഖത്തിന്റെ പേരിൽ താജുൽ ഉലമനെ അറിയപ്പെടുന്നില്ല. എല്ലാം ഉലമാ അങ്ങനെയായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു
വലിയ മഹാനായിരുന്നു, വലിയ വലിയായിരുന്നു. പക്ഷേ സുയൂത്തി ഇമാമിന് അറിയപ്പെടുന്നത് ഇൽമിലോടുകൂടെയാണ്. അതാണ് വലിയ കറാമത്ത്. ജീവിതത്തിൽ കുറെ അത്ഭുതം കാണിക്കേണ്ട ആവശ്യമില്ല. ഇമാം ഷാറാനി തങ്ങൾ പറഞ്ഞു, കറാമത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിഖാമത്താണ്. അതാണ് ഏറ്റവും വലിയ കറാമത്ത്. എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിച്ചത് അതുപോലെ ജീവിതത്തിൽ ചെയ്യുക. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ മഹാനവർ ജീവിതത്തിൽ ഉള്ളത് അത് തന്നെയാണ്. ദർസും ഇബാദത്തും ദിക്റും തസ്ബീഹും സ്വലാത്തും നിസ്കാരം ഇതുപോലുള്ള കാര്യങ്ങളായിരുന്നു താജുൽ ഉലമയുടെ ജീവിതത്തിലുള്ളത്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നാം ഫിഖ് പഠിക്കുമ്പോൾ ആ ഫിഖിന് ഷാഫി ഫിഖിൽ തന്നെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ സുബ്ഹാനല്ലാഹ് എന്നെ തീർക്കാൻ കഴിയാത്ത നിലക്കാണ് ഉലമാ ഗ്രന്ഥം എഴുതി വെച്ചത്. എത്രയാണോ പഠിക്കാനുള്ളത്. നമുക്കറിയാം, ഒരു വജീസ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ എഴുതിയ വജീസ് എന്ന കിതാബിന് ബഹുമാനപ്പെട്ട ഇബ്നു റിഫ്അ 200 വാല്യം ശറഹ് എഴുതിയിട്ടുണ്ട്. വജീസ് എന്ന ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി ഇമാമാണ് എഴുതിയത്. ഇന്ന് പല ആളുകളും, പല കല്ല ത്വരീഖത്തിന്റെ ആളുകളും ഗസാലി ഇമാമിനെ പറ്റി പറയുന്നത് വയ്യഅ്തു ഉംരി ഫിൽ ബത്വാല എന്നാണ് ഗസാലി ഇമാം പറഞ്ഞത് എന്നാണ്. വയ്യഅ്തു ഉംരി ഫിൽ ബത്വാല, എന്റെ ആയുസ് കാലം ഞാൻ അനാവശ്യത്തിൽ ചെലവഴിച്ചു. തസൂഫിൽ കടന്നപ്പോൾ ഗസാലി ഇമാം പറഞ്ഞ വാക്കാണ് എന്ന് പല കല്ല ത്വരീഖത്തിന്റെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഗസാലി ഇമാം പറഞ്ഞ വാക്ക് അത് തന്നെയായിരുന്നു, വയ്യഅ്തു ഉംരി ഫിൽ ബത്വാല. ഗസാലി ഇമാം മാത്രമല്ല, സുൽത്താനുൽ ഉലമ ഇബ്നു അബ്ദുസ്സലാം മഹാനവറുകളും ഇതുപോലെയുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ആയുസ് കാലം ഞാൻ അനാവശ്യത്തിൽ ചെലവഴിച്ചു. പണ്ഡിതന്മാരോട് ഞാൻ പറയട്ടെ, ഏതാണ് ഗസാലി ഇമാം ആ അനാവശ്യത്തിൽ ചെലവഴിച്ച കാലഘട്ടം? അത് ഫിഖ്ഹിന്റെ കാലഘട്ടമാണ്. ഫിഖ്ഹിന്റെ ഉലമാഇന് ഒന്നും അറിയുകയില്ല എന്ന് കല്ല ത്വരീഖത്തിന്റെ ആളുകൾ അത് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, ഗസാലി ഇമാമിനെ ഫിഖ്ഹിൽ നമ്മൾ മാറ്റിവെച്ചാൽ ഷാഫി ഇമാമിലേക്ക് എത്തുന്ന റൂട്ട് ഏതാണ് നാം മനസ്സിലാക്കണം. ഇമാം ഷാഫി തങ്ങൾ ആദ്യമായി എഴുതിയ ഗ്രന്ഥമാണല്ലോ ഇംലാ മുഖ്തസറുൽ ബുവൈത്തി, മുഖ്തസറുൽ മുസ്നി. അതിനെ ഷോർട്ടാക്കുകയും മുഖ്തസറാക്കുകയും അവിടുന്ന് ശേഷം ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി നിഹായത്തുൽ മത്ലബ് ഫീ ദിറാസത്തിൽ മദ്ഹബ് ഉണ്ടാക്കി. അതിനുശേഷമാണ് അവിടുത്തെ ശിഷ്യനെന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി ഇമാം വരികയും ബസീത്തും വസീത്തും വജീസും ഖുലാസ എഴുതി വെച്ചു. പ്രിയമുള്ളവരെ, ഗസാലി ഇമാം തസൂഫിന്റെ ഭാഗത്തിൽ നാം മാറ്റിവെച്ച് ഫിഖ്ഹിൽ ഒന്നുമല്ല എന്ന് മാറ്റിവെച്ചാൽ ഷാഫി ഇമാമിലേക്ക് എത്തുന്ന റൂട്ട് ഏതാണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ശേഷമാണ് പിൽക്കാലം ബഹുമാനപ്പെട്ട ഇമാം റാഫി തങ്ങൾ വന്നു. അവിടുന്ന് ഈ 3 കിതാബുകൾ മുഖ്തസറാക്കി അവിടുന്ന് മുഹറർ എഴുതി. ശേഷം ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ മിൻഹാജ് എഴുതുകയാണ്. ലോക പ്രശസ്ത പണ്ഡിതന്മാരൊക്കെയും അതിന് കബൂലിയത്ത് ലഭിച്ചതുപോലെ എല്ലാ ഉലമാഉ മിൻഹാജിന് വ്യാഖ്യാനം എഴുതി. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി 10 വാല്യം അവിടുന്ന് മിൻഹാജിന് വ്യാഖ്യാനം എഴുതുകയാണ്, തുഹ്ഫത്തുൽ മുഹ്താജ്. ശേഷം നോക്കുകയാണെങ്കിൽ ഇമാം റംലി തങ്ങൾ നിഹായത്തുൽ മുഹ്താജ്, ഖതീബ് ശിർബീലി തങ്ങൾ മുഹ്നി മുഹ്താജ്, ഇങ്ങനെയുള്ള എല്ലാ കിതാബുകൾ അതിന് വ്യാഖ്യാനം എഴുതി. എത്ര ഉലമാ ആണ് ആ മിൻഹാജ് എന്ന കിതാബിനിക്ക് വ്യാഖ്യാനം എഴുതിയത്. പോട്ടെ, അവിടുന്ന് തായോട്ട് ഇറങ്ങിപ്പോയാൽ മിൻഹാജിനെ ചുരുക്കി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളുടെ ഉസ്താദായ സഖറുൽ അൻസാരി റളിയല്ലാഹു അൻഹു മൻഹജ് എഴുതി വെച്ചു. ശേഷം ബഹുമാനപ്പെട്ടവരെ മൻഹജിനെ ചുരുക്കി ഇമാം ജൗസി തങ്ങൾ നഹജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ചുരുക്കി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ അവിടുന്ന് ശറഹ് മുഖ്തസറാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിനെ മാറ്റിവെച്ചാൽ എങ്ങനെയാണ് നമ്മൾ എത്തുക ഷാഫി ഫിഖ്ഹിലേക്ക്? പക്ഷേ എന്താണ് ഗസാലി ഇമാം പറഞ്ഞത്? പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണ്. വയ്യഅ്തു ഉംരി ഫിൽ ബത്വാല,
എന്റെ ആയുസ് കാലം ഞാൻ അനാവശ്യത്തിൽ ചെലവഴിച്ചു. ഏതാണ് ആയുസ് കാലം? ഇതന്നെയായിരുന്നു ഫിഖ് പറഞ്ഞ കാല കീല എന്ന് പറഞ്ഞു നടന്ന കാലം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ആ ഗസാലി ഇമാം പറഞ്ഞ വാക്കിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ അവിടുത്തെ യവാഖിത്തുൽ ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായ നിലയ്ക്ക് തന്നെ ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിന്റെ ഈ വാക്കിനെ ഉദ്ധരിച്ച് അതിനെ മറുപടി പറഞ്ഞു. അത് മസ്തിന്റെ സമയത്തായിരുന്നു പറഞ്ഞു പോയത്. പക്ഷേ ഗസാലി ഇമാമിനെ ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ഷാഫി ഫിഖിൽ അനിവാര്യമാണ് ഗസാലി ഇമാം. എത്രയാണ് അവിടുത്തെ കിതാബിനല്ലേ ബഹുമാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നു റിഫ്അ ശറഹുൽ വജീസ്, വജീസിന് ശറഹ് എഴുതിയത് മത്ലബുൽ ആലി എന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇബ്നു റിഫ്അയാണ് അതിലേക്ക് ശറഹ് എഴുതിയത്. 200 വാല്യം തോലും ശറഹ് എഴുതി വെച്ചു. ബഹുമാനമുള്ള പണ്ഡിതന്മാരോട് ഞാൻ പറയുന്നു, പ്രിയമുള്ളവരെ, നമുക്ക് ഫിഖ് അനിവാര്യമാണ്. നമ്മുടെ കർമ്മത്തിലേക്ക് ഫിഖ് അനിവാര്യമാണ്. ഫിഖിൽ ഓരോ മസ്അലകൾ നാം പഠിക്കേണ്ടതുണ്ട്. ചില അനിവാര്യ മസ്അലകൾ നാം പഠിക്കേണ്ടതുണ്ട്. നമുക്ക് അനിവാര്യമായി പറയുന്ന, നാം സാധാരണഗതിയിൽ നിസ്സാരത തോന്നുന്ന മസ്അലകൾ ഫിഖിൽ പറയുന്നുണ്ട്. അതെല്ലാം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമുക്ക് വിശദീകരിച്ചു തരും. ബഹുമാനമുള്ള പണ്ഡിതന്മാരോട് ഞാൻ പറയുന്നു, ഇമാം സുയൂത്തി തങ്ങള് ഒരു ദിവസം അതാ മുജ്തഹിദിനെ വാദിച്ച മഹാനായിരുന്നു ഇമാം സുയൂത്തി. ബഹുമാനപ്പെട്ടവർ ഏതാണ് മുജ്തഹിദ്? 4 നിലക്കുള്ള മുജ്തഹിദ് ഉണ്ടല്ലോ. ഫത്നാമത്തെ മുജ്തഹിദ് എന്ന് പല ആളുകൾ വിമർശിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി തങ്ങൾ വാദിച്ചത് 1-ാം ഘട്ടം മുജ്തഹിദാണ്. 1-ാം ഘട്ട മുജ്തഹിദ് ഏതാണ്? ബഹുമാനപ്പെട്ട ഷാഫി ഇമാം തങ്ങളും അബൂ ഹനീഫ ഇമാം തങ്ങളും അതുപോലെ ഹംബലി ഇമാം ആ ഘട്ടത്തിലുള്ള ആ ഇജ്തിഹാദാണ് വാദിച്ചതെന്ന് പല ആളുകളും പറഞ്ഞപ്പോൾ സുയൂത്തി ഇമാം പറഞ്ഞു, ഞാൻ വാദിച്ചത് അതല്ല, ഞാൻ 2-ാം മദ്ഹബുൽ നസബിയാണ് ഞാൻ വാദിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ അവിടുന്ന് ഒരു ഗ്രന്ഥത്തിൽ എഴുതി. അർറദ്ദു അലാ മൻ നഖലദ എന്ന ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി തങ്ങൾ വാദിക്കുകയാണ്. പക്ഷേ സുയൂത്തി ഇമാം ഇങ്ങനെ വാദിച്ചിട്ടും അവസാനത്തെ ഘട്ടത്തിലുള്ള ഫതാവ തർജീഹിന്റെ ഉലമാ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു മസ്അല അസ്ഹാബ് ഇത്ലാഖാക്കി പറഞ്ഞാൽ അതിനെ ഏതാണ് റാജിയാക്കേണ്ടത് എന്നിങ്ങനെ മുത്ലഖാക്കി പറഞ്ഞ മസ്അലയെ ഇമാം സുയൂത്തി തങ്ങൾ മുമ്പിൽ വെച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ അവിടുന്ന് വഴിമാറിപ്പോയി. എനിക്ക് വേറെ ശുഗലുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് ഫിഖ്. ഫിഖ് മനസ്സിലാക്കൽ നമുക്ക് അനിവാര്യമാണ്. ഫുഖഹായിനെ മനസ്സിലാക്കണം, ഫിഖ് എന്താണ് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ ആ സമയത്ത് പറഞ്ഞു. പക്ഷേ 2-ാം മദ്ഹബ് 2-ാം സ്ഥാനത്തുള്ള മുജ്തഹിദിന്റെ സ്ഥാനമാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ വാദിച്ചതെങ്കിലും ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിനിക്ക് അവർ കൊടുത്തത് 4-ാം ഗ്രേഡിലുള്ള മുജ്തഹിദിന്റെ പണിയായിരുന്നു. ഒരു മസ്അലയെ റാജിയാക്കുക എന്നത്. ആ പണിയാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിന് കൊടുത്തപ്പോൾ സുയൂത്തി ഇമാം വഴിമാറിപ്പോയി. ബഹുമാനപ്പെട്ട ഇമാം മുനാവി തങ്ങൾ ഫൈദുൽ ഖദീറിൽ വിശദീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഷാഫി ഫിഖ്. ഇതാണ് ആഴമായി ചർച്ച ചെയ്യേണ്ട കാര്യം. എത്ര ഗ്രന്ഥം എഴുതിയ മഹാനാണ് ഇമാം സുയൂത്തി തങ്ങൾ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് താജുൽ ഉലമയെ കുറിച്ച് പറഞ്ഞു. പണ്ഡിതന്മാരായ നിങ്ങളെല്ലാവരും കേട്ടു, നേരത്തെ മനസ്സിലാക്കിയവരാണ്. പക്ഷേ താജുൽ ഉലമ ഇന്ന് അറിയപ്പെടുന്നത് ഇൽമു കൊണ്ടാണ് അറിയപ്പെടുന്നത്. താജുൽ ഉലമ തഖ്വ കൊണ്ടാണ് അറിയപ്പെടുന്നത്. താജുൽ ഉലമക്ക് ഇൽമാണ് അനിവാര്യമായത്. അതുകൊണ്ട് താജുൽ ഉലമയെ പറയുന്ന സമയത്ത് നാം പ്രചരിപ്പിക്കേണ്ടത് ഇൽമു കൊണ്ടാണ്. അതുകൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ട തങ്ങളവர்கள் ലൈവ് ഓഫാക്കാൻ പറഞ്ഞു നേരത്തെ. എന്തിനു വേണ്ടി? ഇതുപോലെയുള്ള കാര്യങ്ങൾ പുറത്തു പോയാൽ അത് പിന്നെ അനാവശ്യമായ ചർച്ചയിലേക്ക് പോകും. ഇന്ന് വാട്സ്ആപ്പ് മീഡിയ ആയതുകൊണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാം മനസ്സിലാക്കി വെക്കണം. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങള് വലിയ മുകാശഫത്ത്, വലിയ വിലായത്തുള്ള മഹാനായിരുന്നു സുയൂത്തി.
സുയൂത്തി ഇമാം. പക്ഷേ അവിടുത്തെ മരണപ്പെടുന്നത് വരേക്കും സുയൂത്തി ഇമാമിന്റെ വിലായത്ത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പണ്ഡിതന്മാരോട് ഞാൻ പറയുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ജാഗ്രതയോട് കൂടെയാണ് പാലിക്കേണ്ടത്. ആ സൂക്ഷ്മത ബഹുമാനപ്പെട്ട മസ്ഊദ് തങ്ങൾ പാലിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ്സും ആഫിയത്ത് ഏറ്റുകൊടുക്കുമാറാകട്ടെ. അവരുടെ തണലിലായി ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ കർത്തവ്യം ഈ യോഗം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആൻ വാചകം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എന്റെ വാക്കിനെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.